ഈ മൂലംകുഴിയിൽ സഹദേവൻ പോലീസ് ഓഫീസർ ആവാനുള്ള റിട്ടൺ ടെസ്റ്റ് പാസ്സായെന്ന് കരുതി സെലക്ഷൻ കിട്ടണമെന്നില്ല. ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്നു കിട്ടണം. അതിന് ഇത്ര മുട്ട കഴിക്കണോ? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ? അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നുന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നോ? അച്ഛാ, ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. സാദേവ, ഇത്രയും ചെലവ് ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലോ? കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? എടാ മോനെ, ഇത് അമേരിക്ക അല്ല. അമേരിക്ക മാവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. മോനെ, ഹോർലിക്സ്. താങ്ക്സ്. നീ കുടിച്ചു. ഇന്ന് നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല. അപ്പൊ ഇന്ന് വൈറ്റമിൻ സി ഇല്ല. ഇല്ല. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു. വൈറ്റമിൻ 3X. അത് ശരി. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴം ഇല്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഓക്കെ, കാർന്നോമാര് ചെയ്ത എന്താ നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ കുടിച്ചില്ല, എനിക്ക് പങ്കില്ല. കുടിച്ചു കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് വെച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അയാളുടെ വൃത്തികെട്ട രണ്ട് മക്കളിപ്പോ എന്റെ നല്ലതാ. എനിക്ക് എന്നെ ഇത് വേണം. പ്രഭാകരേട്ടാ, ഞാൻ പോവാണ്.